അപ്പൊ ഗൈസ്, നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ 4 പണ്ടത്തെ ധാരാവി ഉണ്ടല്ലോ, ഇനി എങ്ങനെയാണോ പണ്ടത്തെ ധാരാവി നിന്നത് അതേപോലെയാണ് ഇനി നിൽക്കാൻ പോകുന്നത് ഗൈസ്. അതേപോലെ അല്ലെങ്കിൽ അതൊക്കെ മേലെ അങ്ങനെ പറയാം. ഈയിടെയായിട്ട് നമ്മുടെ തീർച്ചയായിട്ടും ഒന്ന് ഞെട്ടിക്കൽ സർപ്രൈസ്, ഞെട്ടിക്കൽ ബിരിയാണി പോലെയാണ് വണ്ടി ഇട്ടേത്തത്. കാരണം നമ്മുടെ കാളിയുടെ ചേസ് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അത് എടുക്കാൻ വന്ന നമ്മുടെ സ്വന്തം ദാവൂദ്. അതൊരു സർപ്രൈസ് തന്നെയായി തന്നെ പറയാം. ദാവൂദിന്റെ അതേ ഗ്രാഫിക്സ് കാര്യങ്ങളിലായിട്ടാണ് നമ്മുടെ സെഡാസ്ത്ര വന്നിരിക്കുന്നത്. സെഡാസ്ത്രന്റെ ലുക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെയാണെന്ന് പറയാം. നമ്മുടെ ബോംബേനെ പറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ലൈക്കായത് സത്യം പറഞ്ഞാൽ നമ്മുടെ ദാവൂദാട്ടോ. കാരണം ബോംബെ നമ്മൾ കുറ്റം പറയില്ല, നമ്മളൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടാ. കാരണം ലിപ്പ് ഇട്ടിട്ടെങ്കിൽ ഇപ്പൊ വീൽ കപ്പ് ടോപ്പിലിട്ട് വന്ന ചെക്കൻ വേറെ ലെവലായി മാറും തന്നെ പറയാം. സെറ്റ് വണ്ടിയാട്ടത്. പിന്നെ നമ്മുടെ കാളിയനെ കുറിച്ച് കുറെ പേര് ചോദിച്ചിരുന്നു, സെഡാസ്റ്റിനാണോ സെഡണ്ണാണോ എന്ന് അറിയില്ല. നമ്മുടെ പഴയ ഒരു ലുക്ക് പറഞ്ഞാൽ സെഡണ്ണ് വേറെ തന്നെയായിരുന്നു. നമ്മുടെ ചൈനീസ് ലാമ്പ് കാളിക്ക് വേറെ ലുക്കായിരുന്നു. അപ്പൊ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. സർപ്രൈസ് ആവും, സെഡണ്ണാവാം, സെഡാസ്ത്ര ആവാം, എല്ലാം നമ്മുടെ ദീപക് ചേട്ടൻ്റെത്. നമ്മളൊരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ അധിക പേരും വോട്ട് ചെയ്യുക സെഡോണിനാണ്. കാരണം കാളിക്ക് ചേർന്ന അതാണ് എന്ന് തന്നെ പറയാം നമ്മുടെ കാളിക്കുട്ടൻ. അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ വണ്ടി മൊത്തം സെഡാസ്ത്ര ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ വരാനാവും ചാൻസ്. അപ്പോ നിങ്ങളൊരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. സെഡാൺ ആണോ അതോ നമ്മുടെ സെഡാസ്ത്ര ആണോ? കമന്റ് ചെയ്യുക. പിന്നെ വണ്ടിന്റെ സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും സ്പെക്ട്ര ഓഡിയേഴ്സ് തന്നെയാണ്. നമ്മുടെ പഴയ ദാവൂദ് അവിടെ നിന്നാണ് പറഞ്ഞത്. പിന്നെ വണ്ടിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ ആയാലും കണ്ടതല്ലേ, ശരിക്കും നേരിട്ടായാലും കണ്ടതല്ലേ. കാരണം അതിപ്രഹാളം തന്നെ ആയിരുന്നു തന്നെ പറയാം. കാരണം അത്രയും ഫാൻ ബേസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിന്റെ ഇടയിലാണ് ഒരു ചെറുക്കൻ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് വന്നത്. അവിടെ സ്വന്തം ദാവൂദ് കുട്ടൻ എംബർ ട്രൈക്സ് അഗൈൻ. ഏതാ അഗോരി ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ധാരാവിൽ സ്വന്തം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു ഫോട്ടോ കണ്ടില്ല? ഈ ഒരു ഫോട്ടോ നമ്മുടെ പഴയ ഫോട്ടോ ഇല്ല, നമ്മുടെ സ്വന്തം അധോലോകവും നമ്മുടെ കാളിയന്റെ ചേസും ധാരാവിൽ കിടക്കുന്ന ഒരു ഫോട്ടോ. അതാണ് ഗൈസ് ഫസ്റ്റ് ഓർമ്മ വരിക. ഇതാണ് നമ്മുടെ സ്വന്തം ഡെലിവറി വീഡിയോ കാര്യങ്ങളൊക്കെ. കാളിയന്റെ ചേസാണ് നടു കിടക്കുന്നത്. ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ് നമ്മുടെ ചെക്കന്റെ ഒരു വരവ്. നമ്മുടെ സ്വന്തം ദാവൂദ്. കാരണം ലുക്ക് നോക്കി, ഞാൻ പറഞ്ഞില്ലേ എന്നോട്, ബോംബെനെ കാട്ടി എന്താ അറിയില്ല, ഒരു ഫ്രണ്ട് ലിപ്പ് ആയാലും വേറെ തന്നെ ഒരു ലുക്കായി വണ്ടി. സത്യം പറഞ്ഞാൽ വീൽ കപ്പ് പിന്നെ ടോപ്പ് ലൈറ്റ് അങ്ങനത്തെ വർക്ക് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചെക്കൻ വേറെ ലുക്കാണ്. വണ്ടിയുടെ ഗ്രാഫിക്സ് ഒക്കെ പഴയ തന്നെയാണ് അറിയാം. മാൻ ഇൻ ബ്ലാക്ക് മോൾ സൈഡില് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് നമ്മുടെ കാളി ഏത് കോഡിക്ക് വരണമെന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യുക. സെഡോൺ ആണോ സെഡാസ്ത്ര ആണോ? പിന്നെ ഗേസ്, ഈ വീഡിയോയിൽ മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട്, ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ സ്കിപ്പാക്കാതെ കാണുക. പിന്നെ വണ്ടിന്റെ വർക്ക് കാര്യങ്ങളൊന്നും ചോദിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ദാവൂദ് കൊടുന്ന വർക്ക് സെറ്റ് വർക്കാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് ഇവിടെ പാമ്പാടി. അപ്പൊ അവിടെ തന്നെയാണ് പിന്നെ നമ്മൾ അവസാനം പറയാന്ന് പറഞ്ഞ വീഡിയോ എന്താണ്, ഈ ഒരു ചെറുക്കനെ കണ്ടാൽ അഗോരിന്റെ അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ സ്വന്തം പഴയ അഗോരിയാണ് ഗൈസ്. അത് വീണ്ടും തിരിച്ചു വരികയാണ് വേറെ പേരിൽ. മിക്കവാറും അത് ചടാമാവാനും ചാൻസ്.